കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഇന്ന് ചർച്ച നടക്കും. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്താണ് ചർച്ച. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ചയിൽ കമ്പനി പ്രതിനിധികളും ജീവനക്കാരും പങ്കെടുക്കും. പിരിച്ചുവിടൽ തീരുമാനം പിൻവലിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഈ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ നമുക്കറിയാം, ഈ കൊച്ചിയിലും കോഴിക്കോടുമായുള്ള കമ്പനിയിൽ നിന്ന് ഏകദേശം 800ഓളം തൊഴിലാളികളെ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് കോറോ ഹെൽത്ത് കമ്പനി പിരിച്ചുവിട്ടത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. കമ്പനിയുമായിട്ട് ഇവർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് അവർക്ക് കമ്പനിയിൽ പ്രവേശിക്കാമെന്ന് പറയുന്നു. തൊഴിലാളികൾ എന്നാൽ അവിടെ എത്തി അവിടെ ഹാജർ രേഖപ്പെടുത്തി പോകുന്നൊരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വീണ്ടും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും കമ്പനി അധികൃതർ പങ്കെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ കമ്പനി അധികൃതരുമായും അവിടെയുള്ള തൊഴിലാളികളുമായി ചർച്ച നടത്താനിരിക്കുകയാണ്. എന്താകും എന്നതിലൊരു തീരുമാനം അറിയാൻ കഴിയുമോ? അതായത് തൊഴിലാളികളുടെ ആവശ്യം അവരെ തിരിച്ച് കമ്പനിയിൽ ജോലിക്ക് എടുക്കണമെന്നാണ്. ഈ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേരുന്ന മൂന്നാമത്തെ യോഗമാണ് ഇത്. ആദ്യം 2 യോഗങ്ങൾ ചേർന്നിരുന്നു. ഈ 2 യോഗങ്ങളും കമ്പനി പ്രതിനിധികളുമായി ബന്ധപ്പെട്ടായിരുന്നു നടത്തിയത്. കോറോ ഹെൽത്തുമായിലെ കമ്പനി പ്രതിനിധികളായിരുന്നു ഈ ചർച്ചയ്ക്കിടുന്നത്. പക്ഷേ ആദ്യ ചർച്ചയിൽ ഈ ഉദ്യോഗസ്ഥരൊന്നും വന്നില്ല. രണ്ടാമത്തെ ചർച്ചയിൽ ഇവരുടെ ലീഗൽ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇവർ ചർച്ചയ്ക്ക് അയച്ചത്. ഈ 2 ചർച്ചയിലും ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് മൂന്നാമത് ഒരു ചർച്ച ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൽ വെച്ച് നടക്കുക. രാവിലെ 11:30 ചർച്ച നടക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചർച്ചയിൽ ഈ പിരിച്ചുവിട്ട ജീവനക്കാരും അതുപോലെ ഉദ്യോഗസ്ഥരും എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ എന്തായാലും ഒരു അന്തിമ തീരുമാനവും ഒരു അടിയന്തര ഇടപെടലും ഉണ്ടാവണം. കാരണം കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു അറിയിപ്പ് ഈ ജീവനക്കാർക്ക് ലഭിക്കുന്നത്. അന്നു മുതൽ ഇവർ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. നിരവധി പേരാണ്, അതായത് 800-ലധികം പേരാണ് കോഴിക്കോടും കൊച്ചിയിലുമായിട്ടുള്ള കോറോ ഹെൽത്തിൻ്റെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ലേബർ കോഡ് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പിരിച്ചുവിടൽ നടത്തിയതെന്നാണ് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ലേബർ കോഡ് അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും 300-ലധികം ജീവനക്കാരെ ഒറ്റ ഉത്തരവിൽ അല്ലെങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞുവിടുകയാണെങ്കിൽ, പിരിച്ചുവിടുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് അതിനെ എതിർക്കുകയും ആ നടപടിയെ തടയുകയും ചെയ്യാം. പക്ഷേ സംസ്ഥാന സർക്കാർ അത്തരത്തിൽ ഒരു നീക്കുപോക്കുകളും ഈ കേസിൽ നടത്തിയിട്ടില്ല. ഒരു അടിയന്തര ഇടപെടലിനും അവർ മുന്നിട്ടിറങ്ങിയിട്ടില്ല. ഇത്തരത്തിൽ 300-ലധികം ജീവനക്കാരെയാണ് കൊച്ചിയിലെ കമ്പനിയിൽ നിന്ന് മാത്രം 500 ജീവനക്കാരെയും കോഴിക്കോട്ടെ കമ്പനിയിൽ നിന്ന് 300 ജീവനക്കാരെയുമാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ലേബർ കോഡ് അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും തെറ്റായ രീതിയിൽ പിരിച്ചുവിടൽ നടത്തിയ ഈ കമ്പനിക്കെതിരെ ഒരു നടപടിയും ഇതുവരെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വലിയ ഒരു ദുഃഖകരമായ കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യവസായ മന്ത്രിയായ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞത് ഇവർക്ക് മറ്റ് ജോലികളിൽ, മറ്റ് IT സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാൻ സാധിക്കുമെന്ന കാര്യമാണ്. അതൊന്നും ഇനി പെട്ടെന്ന് അങ്ങനെ നടക്കുന്ന കാര്യമല്ല. പക്ഷേ അത്തരത്തിൽ അടിയന്തരമായി ഈ സ്ഥാപനത്തിൽ തന്നെ, ഈ കോറോ ഹെൽത്തിൽ തന്നെ കോഡിംഗ് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ. ഈ ജോലിയിലേക്ക് തന്നെ തിരികെ പ്രവേശിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് നീക്കുപോക്കുകൾ നടത്തുന്നത് സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ്. പക്ഷേ ആ ഇടപെടൽ വരുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള അലംഭാവപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ജീവനക്കാരെത്തുന്നത്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള നീക്കുപോക്കുണ്ടായി ഇവർക്ക് തിരികെ ഈ ജോലിയിൽ പ്രവേശിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ട് ഈ ബിന്ദു കൃഷ്ണ ചർച്ച നടത്തുക. എന്നിട്ടായിരിക്കും തുടർ നടപടികൾ ചർച്ച ചെയ്യുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുവരെ കോറോ ഹെൽത്തിൽ ജീവനക്കാർക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തി കൊടുക്കാനോ ഒരു അടിയന്തര ഇടപെടൽ നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തെ ചർച്ചയിലെങ്കിലും അത് ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം 800-ലധികം ജീവനക്കാരാണ് ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ടിപ്പോൾ കഴിയുന്നത്. വലിയ പ്രതിസന്ധി തന്നെയാണ് അവർ നേരിടുന്നത്. ആ പ്രതിസന്ധിയൊക്കെ സംസ്ഥാന സർക്കാർ പരിഹാരം കണ്ടു കൊടുക്കണമെന്നാണ് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ആവശ്യവും. അവന്തിക, അഞ്ജു, മറ്റൊരു വിവരം കൂടി അറിയാനുണ്ട്. അതായത് ഈ PSC ആസ്ഥാനത്ത് ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഈ ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് അടുത്ത ഘട്ട പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ വിവരങ്ങൾ കൂടി? കഴിഞ്ഞ ദിവസമായിരുന്നു അവന്തിക ഈ ആലപ്പുഴയിലെ ഒരു സ്കൂളിൽ വെച്ച് നടന്ന PSCയുടെ 10ാം തരത്തിലുള്ള LGS
പരീക്ഷയിലായിരുന്നു ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറി നൽകിയ ഒരു വാർത്ത വരുന്നത്. അതിൽ തുടർന്ന് പരീക്ഷ LGSന്റെ 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയുടെ 2ാം ഘട്ടം റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് PSC ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേരുകയും ആ ഒരു നടപടിയിൽ, അതായത് ഈ ചോദ്യപേപ്പർ മാറി നൽകിയതുമായി ബന്ധപ്പെട്ട് കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഈ ആലപ്പുഴയിൽ ഈ ദിവസം PSC 2 പരീക്ഷകളായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയത്. രാവിലെ 9:30 മുതൽ 11:30 വരെ ഒരു പരീക്ഷയും അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ രണ്ടാമത്തെ പരീക്ഷയും. ഈ ആലപ്പുഴയിലെ ഒരു സ്കൂളിൽ നടന്ന പരീക്ഷാ കേന്ദ്രത്തിൽ രാവിലെ നൽകിയത് ഉച്ചയ്ക്ക് നൽകേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറായിരുന്നു. അങ്ങനെയായിരുന്നു ഈ പ്രശ്നമുണ്ടാകുന്നത്. പരീക്ഷയ്ക്ക് ശേഷം ഈ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി മറ്റ് ഉദ്യോഗാർത്ഥികളുമായിട്ട് ഈ ചോദ്യപേപ്പറിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ നടത്തിയപ്പോഴാണ് തങ്ങൾക്ക് കിട്ടിയ ചോദ്യപേപ്പർ മാറിപ്പോയേ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. തുടർന്നായിരുന്നു PSCയിലേക്ക് ഈ വിവരങ്ങൾ പരാതി അടക്കം ഉദ്യോഗാർത്ഥികൾ അറിയിച്ചത്. അങ്ങനെയായിരുന്നു കൊടുതനെ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള PSCയുടെ LGSന്റെ 2ാം ഘട്ട പരീക്ഷ, പ്രാഥമിക പരീക്ഷ റദ്ദാക്കാൻ വേണ്ടി PSC തീരുമാനിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഈ പരീക്ഷയ്ക്ക് എത്തിയ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലായെന്നടക്കമുള്ള വിശദീകരണം വന്നിരുന്നു. ഇതിൽ PSC നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് ഓരോ സ്കൂളിലും ഒരു സൂപ്രണ്ടായിട്ട് ആ സ്കൂളിലെ പ്രധാന അധ്യാപികയും പിന്നെ മറ്റ് 2 അധ്യാപകരും ഡ്യൂട്ടിക്കിടും. പോരാത്തതിന് PSCയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഈ കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കാൻ അവിടേക്ക് അയക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അത്തരത്തിൽ അയച്ച ഉദ്യോഗസ്ഥൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ചു നൽകിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ചു നൽകുന്ന സമയത്ത് ഈ PSCയിൽ നിന്ന് എത്തുന്ന ഉദ്യോഗസ്ഥൻ ഒരു സൈൻ ചെയ്യണം. അദ്ദേഹം എത്തി സൈൻ ചെയ്തതിന് ശേഷമായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് നൽകേണ്ടത്. പക്ഷേ അദ്ദേഹം ആ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ജോലിയിൽ കൃത്യമായിട്ടുള്ള വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പുതിയ സർക്കാർ, അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്ന് PSC നടത്തിയ പരീക്ഷയിലാണ് ഈ 2 മാസത്തിനുള്ളിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതും ഗുരുതരമായ ഒരു വീഴ്ച, പരീക്ഷാ ചോദ്യപേപ്പർ മാറി നൽകുന്ന ഒരു സംഭവത്തിലേക്ക് തന്നെ അടക്കം പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ LLBന്റെ റാങ്ക് ലിസ്റ്റിലും ഇത്തരത്തിലൊരു അപാകതയുണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഈ PSCയിലെ പ്രശ്നം ഉയർന്നത്. എന്തായാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് PSCയിലെ ഇത്തരത്തിലുള്ള വീഴ്ചകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അവന്തിക. ശരി, അഞ്ജു ആണ് വിവരങ്ങൾ നൽകിയത്.